ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ മെട്രോ സ്പൈസസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാലയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒപ്പം തന്നെ ഈ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതൊരു അടിപൊളി കോളിഫ്ലവർ മസാലയാണ്. ചപ്പാത്തിയിലൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം മഞ്ഞയും പച്ചയും ഒരു 1/4 ഭാഗം വെച്ചിട്ട്, ഒരു തക്കാളി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ക്യാപ്സിക്കവും തക്കാളിയും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം നമുക്ക് കേട്ടോ. ഇനി ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അടുപ്പിലൊരു മൂട് കനമുള്ള കടായി വെച്ചിട്ട് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും നല്ലോണം ചതച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനൊപ്പം തന്നെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറുന്ന വരെ നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 ചെറിയ സവാള ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. കുറച്ച് ഉപ്പൂടെയൊക്കെ ആഡ് ചെയ്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിനി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു ചെറിയ ഗോൾഡൻ കളർ വരുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റണം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമായതുകൊണ്ട് ഞാനിപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വഴണ്ട ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുന്ന വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ കിട്ടും. ചെറിയ രീതിയിൽ ഗോൾഡൻ കളറായി ഒന്ന് വഴണ്ട് വരും. അപ്പോഴത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല രീതിയിൽ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ ഒരു 30 സെക്കൻഡ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്ന പോലെ ഇളക്കി കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന ഒരു 30 സെക്കൻഡ്സ് ഇളക്കാം. ഇതിലോട്ട് നമുക്കിനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളി തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു പകുതി തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട്, വേറെ തക്കാളി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഈ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് കിട്ടുന്ന ഓരോന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയോ. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തുടഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ഇതൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയൊക്കെ നല്ല രീതിയിൽ ഈ കോളിഫ്ലവറിൽ പിടിക്കുന്ന പോലെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല രീതിയിൽ വെന്ത് കാണും. ആ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഗരം മസാല എപ്പോഴും അവസാനം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒരു മണമൊക്കെ നല്ലൊരു മണമൊക്കെ വരും ആ ഒരു ടൈമിൽ. അപ്പോൾ നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിൽ ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ആൾറെഡി കോളിഫ്ലവർ ഒരു 80% വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്കിനി ഇത് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചൂടുവെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ യൂസ് ചെയ്തപ്പോഴും ചൂടുവെള്ളമായിരുന്നു, ഇപ്പോഴും ചൂടുവെള്ളം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളം ചേർത്ത ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്തത്. കുറച്ച് ഇത്തിരി കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തു. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് നമ്മുടെ ക്യാപ്സിക്കവും ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ക്യൂബ് പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ചെറിയ ക്യൂബ് കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിനോടൊപ്പം ഒരു പകുതി തക്കാളി കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ തക്കാളി കൂടെ തന്നെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിന് പഞ്ചസാര ആഡ് ചെയ്താലേ നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ചപ്പാത്തിയിലൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.